ഈ മഹാദുരന്തത്തിൽ പലതരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് അന്ന് അവിടെ നടന്നത്. ജീവൻ പണയപ്പെടുത്തി കാടിന്റെ മക്കളെ തിരഞ്ഞുപോയ ചിലരുണ്ട്. പെരുമഴയത്ത് പാറമടക്കിൽ അഭയം തേടിയ 3 കുട്ടികളെയാണ് അവർ തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ചത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് അന്ന് ആ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വയനാട് നിന്ന് ലിനറ്റ് വർഗീസ് ഇറക്കിയ റിപ്പോർട്ടിലേക്ക്. ആ പെരുമഴയത്ത് ഉരുൾഭീതിയിൽ കാടുകയറിയ കുടുംബം പാറമടക്കിൽ 2 രാത്രികളാണ് വെളുപ്പിച്ചത്. 4 പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള കുടുംബം അട്ടമല വനത്തിലാണ് കുടുങ്ങിയത്. ഭക്ഷണവും വെള്ളവുമില്ലാതെ തണുത്തു വിറച്ചു നിന്ന ഇവരെ രക്ഷപ്പെടുത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ്. ഒരമ്മയും കുഞ്ഞും കാട്ടിൽ അലഞ്ഞു തിരിയുന്നത് കണ്ടതിനെ തുടർന്നുള്ള അന്വേഷണമാണ് ഇവരിലേക്ക് എത്തിയതെന്ന് ദൗത്യസംഘത്തെ നയിച്ച RFO ഹാഷിഫ് പറയുന്നു. ആ 26 പേരെ ഞങ്ങളൊരു അവിടെ എച്ചമ്പലിൻ്റെ പാടിയിലോട്ട്, അതായത് ലയത്തിലോട്ട് താമസം മാറ്റി. അതിനോടനുബന്ധിച്ചാണ് ഈ പറഞ്ഞ ഒരു അമ്മയും കുട്ടിയും കാണുന്നത്. ആ അമ്മയും കുട്ടിയും ഞങ്ങൾ ഒരു ഭദ്രമായിട്ടുള്ള റൂമിലോട്ടാക്കി. പിന്നെ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാമത്തെ ദിവസം അല്ലേ, അവർ പറഞ്ഞ ദിവസം 3-ാമത്തെ ദിവസം ഈ കാട്ടിൽ ഇവരിങ്ങനെ അകപ്പെട്ടിട്ടുണ്ടെന്ന്. ഇവർ കൂടുതൽ സംസാരിക്കില്ല, പൊതുവെ നമ്മളോട് സംസാരിക്കെങ്കിലും ഇത് കൂടുതൽ അങ്ങനെയൊന്നും പറയില്ല. പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴാണ് ഇവർ വിശന്ന് ആവശ്യമായിട്ട് കണ്ട ആ ഒരു സന്ദർഭത്തിലാണ് ഞങ്ങളത് മനസ്സിലാക്കിയിട്ട് കാട്ടിലോട്ട് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ അവരെന്തോ ഒരു ദൈവനിയമം പോലെ ഒരു 2 കയറും കിട്ടി നമുക്ക് അവിടുന്ന്. ആ കയറ് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ടായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു. ഒരു മറ്റ് സേഫ്റ്റി മെഷേഴ്സ് ഒന്നും നമുക്കില്ല. അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ പാറക്കെട്ടുകളുള്ള ഗുഹയിൽ നിന്ന് അല്പം അകലെ നഗ്നരായി കീറിയ പ്ലാസ്റ്റിക് ഷീറ്റിനടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു അവരെ കണ്ടെത്തിയത്. പുറം ലോകവുമായി യാതൊരു ബന്ധവും സൂക്ഷിക്കാത്ത ഇവർ ആദ്യമായാണ് അന്ന് പുറത്തേക്കിറങ്ങുന്നത്. എല്ലാവരെയും ഭീതിയോടെ നോക്കിയിരുന്ന ആ കുഞ്ഞുങ്ങൾക്ക് ഇന്നിവർ പ്രിയപ്പെട്ടവരാണ്. ഇപ്പോൾ നല്ല രീതിയിലാണ്. നമ്മൾ ആദ്യം കാണുമ്പോൾ പെട്ടെന്ന് അവരെ നോട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ വല്ലാത്തൊരു അവസ്ഥയാണ്. ഇപ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ നല്ല പുഞ്ചിരിയോടെയാണ് എപ്പോഴും കാണുന്നതും. നമുക്ക് അവരെ കാണുമ്പോൾ സന്തോഷമുണ്ട്. ആദ്യം കാണുമ്പോൾ അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അന്നത്തെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവരെ നോട്ടം ഒരു ഭീകരതായൊരു നോട്ടമാണ്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം നമ്മളെ കാണുമ്പോൾ ഒരു പുഞ്ചിരിയോടെയാണ് അവർ ആരോടായാലും അത്യാവശ്യം ഇടപെടാനും മിണ്ടാനും സംസാരിക്കാനും ഓടി വരാനും വിളിക്കലും ഇപ്പം മാമ എന്നൊക്കെ വിളിക്കലൊക്കെ നല്ല അടിപൊളിയായിട്ട്, കുഴപ്പമില്ല, അടിപൊളിയായിട്ട്. കാടിനെ അറിയുന്ന ഇവർ സാധാരണ വനപാലകരുടെ രക്ഷകരാണ്. എന്നാൽ മഹാദുരന്തത്തിൽ ഇവരെ രക്ഷപ്പെടുത്താൻ സാധിച്ച സന്തോഷത്തിലാണ് ഈ ദൗത്യസംഘം. ഇടയ്ക്ക് അവർ വിളിക്കും, സംസാരിക്കും, ആവശ്യങ്ങൾ പറയും. നമ്മൾ അവർക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ വകുപ്പ് വഴിയാണെങ്കിലും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കളിപ്പാട്ടാണെങ്കിലും പിന്നെ ഭക്ഷണ സാധനങ്ങളാണെങ്കിലും മുറുക്കാനാണെങ്കിൽ പോലും അത് നമ്മളവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റ് സേവനങ്ങളൊക്കെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പും പിന്നെ അതുപോലെ ആരോഗ്യവകുപ്പും ചെയ്യുന്നുണ്ട്. കൽപ്പറ്റ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഹാഷിഫ്, മുണ്ടക്കയം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജയചന്ദ്രൻ, കൽപ്പറ്റ റേഞ്ച് ബീറ്റ്സ് ഫോറസ്റ്റ് ഓഫീസർ K അനിൽകുമാർ, കൽപ്പറ്റ RRT അംഗം അനൂപ് തോമസ് എന്നിവരായിരുന്നു അന്നത്തെ ദൗത്യസംഘം. വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു രക്ഷാപ്രവർത്തനം. ഭൂപ്രകൃതി ഏറെ ദുഷ്കരം. വനപാത ഒഴുകിപ്പോയി. 4 മണിക്കൂറെടുത്ത് ആഴമേറിയ കാട്ടിലേക്ക് 7 കിലോമീറ്റർ നടന്നപ്പോഴാണ് ഇവരെ കണ്ടെത്തിയത്. മടക്കയാത്ര അതിലും ദുഷ്കരം. കയ്യിലുള്ള ബെഡ്ഷീറ്റ് കീറി കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്താണ് ദൗത്യസംഘം കാടിറങ്ങിയത്. അന്ന് കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത പോലെ ഇന്ന് കാടിന്റെ മക്കൾ ദൗത്യസംഘത്തെയും ചേർത്ത് വയ്ക്കുന്നു. ന്യൂസ് മലയാളം, വയനാട്.